നമ്മൾ ആരെ പറ്റിയും നല്ലതല്ലാതെ ഒരിക്കലും പറയരുത്. അല്ലാഹു തആല നല്ലത് പറയാൻ തൗഫീഖ് നൽകട്ടെ. ഒരാളെ നല്ലതുണ്ടെങ്കിൽ അത് ഉച്ചത്തിൽ പറയാം. എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ പരമാവധി നല്ല പറയാതൊക്കെ പറയേണ്ട ആളുകൾ ദീനിന് ഗുണമുണ്ടെങ്കിൽ പറയേണ്ടവരത് പറയും. സാദാത്തീങ്ങള് ഒരു വാക്ക് കൊണ്ട് പോലും ഒരു സയ്യിദിനെയും, അതത്ര ചെറിയ ആളാകട്ടെ വലിയ ആളാകട്ടെ, ഒരാളെയും ഒരു വാക്ക് കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു ചിന്ത കൊണ്ട് നമ്മൾ നിസാരപ്പെടുത്തരുത്. അവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളാണ്, അവിടുത്തെ അവശിഷ്ടങ്ങളാണ്, അവിടുത്തെ മുത്തുമണികളാണ്. അവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളാണ്. നിങ്ങൾ നോക്കൂ, അബൂലഹബ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാകേണ്ടയാളാണ്, പക്ഷെ വിശ്വാസിയല്ല. അബൂലഹബിനെ നമുക്കറിയാലോ, ഖുർആനിൽ ഒരു സൂറത്തിനുണ്ടല്ലോ അബൂലഹബിന്റെ പേരിൽ. ആ അബൂലഹബിന്റെ മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ സ്വഹാബിയാണ്. ഒരു പ്രാവശ്യം ഉമ്മു കുൽസൂം എന്നവരെ സംസാരത്തിനിടയിൽ മറ്റൊരു സ്വഹാബി വനിത സംസാരിച്ച് ദേഷ്യപ്പെട്ടപ്പോ, നീ ആ നരകത്തിന്റെ വിറകിന്റെ മകളല്ലേ, അതായത് എന്ന് ഖുർആനിലുണ്ടല്ലോ ഉമ്മു ജമീലാനെ സംബന്ധിച്ച്, അബൂലഹബിന്റെ ഭാര്യയെ സംബന്ധിച്ച്. അപ്പോ നരകത്തിന്റെ വിറകുന്നുണ്ട്, ആ നരകത്തിന്റെ വിറകിന്റെ മകളല്ലേ എന്ന ഒരു പരാമർശം അറിയാതെ വന്നുപോയപ്പോ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാക്ക് വളരെ സങ്കടമുണ്ടായി. ഈ വിഷയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിവിലെത്തി. ഇത് അറിഞ്ഞ സമയം മുതൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിന് എന്തെന്നില്ലാത്ത അസ്വസ്ഥത, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വിവർണമായി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം എന്തെന്നില്ലാത്ത വിഷമവും ദേഷ്യവും വന്നു. ചരിത്രത്തിൽ കാണാം, ഒരിക്കലും ജീവിതത്തിൽ അവിധം ഞങ്ങൾ കാണാത്ത വിധം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗപീഠത്തിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തിൽ പ്രസംഗിച്ചു. എന്റെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാനുണ്ട്, അവരെന്റെ മക്കളാണ്. അല്ലാഹുവിന്റെ റസൂൽ ആവർത്തിച്ച് പറഞ്ഞു, എന്റെ അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ അഹ്ലു ബൈത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്റെ അഹ്ലു ബൈത്ത് ആരാണെന്ന് അറിയുമോ? കുല്ലു നസബിൻ വഹസബിൻ യൻഖതിയു യൗമൽ ഖിയാമ ഇല്ലാ നസബി വഹസബി വസിഹരി ഔ കമാ ഖാല റസൂലുള്ളാഹി. എന്റെ അഹ്ലു ബൈത്തിനെ തൊട്ട് കളിക്കരുത്. എല്ലാ ബന്ധങ്ങളും നാളെ ഖിയാമത്ത് നാളായാൽ അറ്റുപോകും. ഒരു ബന്ധവും നിലനിൽക്കൂല. ഒരു ഉപ്പയും മകളും മകനും ബന്ധമുണ്ടാവൂല. ഒരു ബന്ധവും നിലനിൽക്കാത്ത മഅ്ശറയിൽ എന്റെ ബന്ധം നിലനിൽക്കും, എന്റെ കുടുംബ ബന്ധം നിലനിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ കുടുംബ ബന്ധം അറ്റുപോകൂല. ഖാല റസൂലുള്ളാഹി. അപ്പൊ അമലുകളൊക്കെ വേണം, എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് മഹാന്മാരായ സാദാത്യങ്ങള് അവർ നൂഹ് നബിന്റെ കപ്പലാണെന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് തങ്ങന്മാരെ മുറുക്കെ പിടിക്കാം. അത് ഞാന് കുറെ കൊല്ലം പഠിപ്പിച്ച് ഇപ്പവും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ദിവസം അള്ളാന്റെ തൗഫീഖ് കൊണ്ട് കിട്ടുന്ന കിതാബൊക്കെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് ഞാൻ രക്ഷപ്പെടാൻ കണ്ട ഒരു ഇടവഴി, ഒരു എളുപ്പ വഴി, തങ്ങന്മാരെയും ആലിമീങ്ങളെയും മുത്തല്ലിങ്ങളെ കാണുമ്പോൾ എന്തൊരു സന്തോഷം. അവരൊക്കെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക, അവരെ മുറുക്കെ പിടിച്ച് ജീവിക്കുക, ഒരാളെയും കുറ്റപ്പെടുത്താതെ താഴ്ത്താതെ ജീവിക്കുക. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ.